തൗഫീഖ് തരണേ അല്ലാ. അതാണ് മഹാനായ കണിയാപുരം അബ്ദുർ റസാഖ് വലിയുള്ളാഹ് കാട്ടിത്തന്നത്. അവിടുത്തെ ജീവിതത്തിന്റെ സിംഹഭാഗവും അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി, ദഅവത്തിന് വേണ്ടി, ദർസിന് വേണ്ടി, മദ്രസയ്ക്ക് വേണ്ടി, ഇൽമിന് വേണ്ടി, ഇബാദത്തിന് വേണ്ടി, തഖ്വയ്ക്ക് വേണ്ടി, ലോകമാകുന്ന ലോകങ്ങള് കേരളത്തിന്റെ അകത്തും പുറത്തും ഓടി നടന്ന മഹാനായ കണിയാപുരം എന്ന മുത്തേ, നൂറുകണക്കിന് ആളുകൾക്ക് ഇന്ന് ആ മഹാമനീഷി എല്ലാ നിലയിലും സമാധാനമല്ലേ, ശാന്തിയല്ലേ. അങ്ങ് എറണാകുളം ജില്ലയില് പെരുമ്പാവൂരിനടുത്ത് മുടിക്കൽ മക്കാവിലേക്ക് ചെന്നാൽ കെട്ടും കെട്ടി ഫക്കീറുമാര് കിടക്കുന്നത് കാണാം. നൂറുകണക്കിന് സാധുക്കളായ ആളുകള് തന്റെ ബാഗും തോളിലേറ്റിക്കൊണ്ട് വന്ന് കിടക്കുകയാണ്. വാപ്പച്ചിത്തങ്ങളുടെ മുമ്പിൽ കിടക്കുകയാണ്. ആരടാ വാപ്പച്ചിത്തങ്ങളെന്നറിയുമോ? ഏതെല്ലാം കറാമത്തുകൾക്ക് ഉടമയാണെന്നറിയുമോ? സുബ്ഹാനല്ലാഹ്. ചാവക്കാട് സ്ഥലത്ത് പാഠൂർ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ആ സ്ഥലത്തെ അവിടുത്തെ ഖാദിയായിരുന്ന ഒരു സയ്യിദ് ഉണ്ടായിരുന്നു, ഒരു പണ്ഡിതൻ ഉണ്ടായിരുന്നു. മഹാനായ കണിയാപുരം വാപ്പച്ചിത്തങ്ങള് രാജ്യരാജ്യാന്തരം കറങ്ങി നടക്കുമ്പോൾ ചാവക്കാട് പാടൂർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് മഹാനായ അബ്ദുർ റസാഖ് തങ്ങൾ ചെല്ലുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഖാദിക്ക് ഒരു ലെവലേശം സംശയം മനസ്സിൽ വന്നു പോയി. ഇത് യഥാർത്ഥ മനുഷ്യനാണോ അതല്ല കാട്ടിക്കൂട്ടലാണോ എന്നൊന്ന് ചിന്തിച്ചു പോയി. സുബ്ഹാനല്ലാഹ്. മഹാനായ കണിയാപുരം വാപ്പച്ചിത്തങ്ങള് കൂടെയുണ്ടായിരുന്ന ഖാദിമീങ്ങളെ വിളിച്ചിട്ട്, വാടാ മക്കളെ, ആ ഭാഗത്തു നിന്നുള്ള ചിരട്ടകളെല്ലാം പറക്കിക്കൊണ്ട് വാടാ. ആ ഖാദിമീങ്ങള് പെടുന്നനെ മഹാനവറുകളുടെ ആജ്ഞ അനുസരിച്ചു കൊണ്ട് ചിരട്ടകളെല്ലാം പറക്കിക്കൊണ്ടുവന്ന് മെറ്റിൽ നിരത്തുമ്പോൾ അങ്ങോട്ട് നിരത്തുകയാ. ഖാദി അവിടെ നോക്കി നിൽക്കുകയാ. അവരുടെ മനസ്സിൽ കണ്ടതേയുള്ളൂ, കണിയാപുരം വാപ്പിച്ച പണി തുടങ്ങിപ്പോയി. ആ ചിരട്ടകളെല്ലാം നിരത്തി അങ്ങോട്ട് വെച്ചിട്ട് ഒരറ്റം അങ്ങോട്ട് കത്തിക്കാൻ പറഞ്ഞു. ചിരട്ട കത്തി തുടങ്ങി. സുബ്ഹാനല്ലാഹ്. കാണുന്നവരുടെ എല്ലാ കണ്ണുകളുടെ ജ്വലിപ്പിച്ചുകൊണ്ട് നോക്കി നിൽക്ക. ഖാദിക്ക് അത്ഭുതത്തോടു കൂടി നോക്കി നിൽക്കേണ്ട ഗതികേട് തന്നെയാണ്. ആ ചിരട്ടകളെല്ലാം കത്തി പകുതിയാകുമ്പോഴേക്ക്, ചാമ്പലായി ഏകദേശം നല്ല കനലായി നിൽക്കുമ്പോഴേക്കും മഹാനായ വാപ്പച്ചിത്തങ്ങള് സുബ്ഹാനല്ലാഹ് പട്ടുമെത്തയിൽ കിടക്കും പോലെ ആ തീയുള്ള ചിരട്ടയിലേക്ക് കയറി കിടക്കുകയാ. ഇത് 500 വർഷം മുമ്പുള്ള ചരിത്രമല്ല. ഇന്നും ജീവിച്ചിരിക്കുന്ന മനുഷ്യരുണ്ട്. മഹാനായ കണിയാപുരം വാപ്പച്ചിത്തങ്ങള് ആൺകുട്ടികളെ പോലെ, പുതിയാപ്പിളയെ പോലെ തീയിലങ്ങോട്ട് മലർന്ന് കിടന്ന് എത്രയോ സമയങ്ങൾ കഴിഞ്ഞിട്ട് അവിടുന്ന് അങ്ങോട്ട് ആൺകുട്ടിയെ പോലെ ഐസ് കട്ടയിൽ നിന്നും എഴുന്നേറ്റ് വരുന്നത് പോലെ മഹാനായ കണിയാപുരം വാപ്പച്ചിത്തങ്ങള് എഴുന്നേറ്റങ്ങ് നടന്നു പോകുമ്പോൾ ആ ചാവക്കാട് പാടൂരുള്ള ആ ഖാദിയായ ഉസ്താദിന് അത്ഭുതം കൊണ്ട് എന്ത് പറയണമെന്നറിയുന്നില്ല. ആ മഹാനവറുകള് മഹാനായ കണിയാപുരം വാപ്പച്ചിത്തങ്ങളെ മനസ്സിലാക്കി പോയി. ഇത് സാധാരണ മനുഷ്യരല്ല, ഇത് കറാമത്തിന്റെ ഉടമ തന്നെയാണ്, ഇത് മഹാൻ തന്നെയാണ്. അതുപോലെ എത്രയെത്ര സംഭവങ്ങളാ, എത്രയെത്ര കറാമത്തുകളാ മഹാനായ കണിയാപുരം വാപ്പച്ചിത്തങ്ങളിൽ നിന്നും ഉണ്ടാകുന്നത് നമുക്കെല്ലാവർക്കും അറിയുമല്ലോ. ഇതിന്റെ അടുത്ത ജില്ലയാണല്ലോ കൊല്ലം ജില്ല. കൊല്ലം ജില്ലയിൽ നിന്നും പെട്രോളിലോടുന്ന കാറിൽ കയറിയിട്ട് ചെങ്കോട്ടയിലേക്ക് യാത്ര പോകണമെന്ന് ഡ്രൈവറോട് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. മഹാനായ കണിയാപുരം വാപ്പച്ചിത്തങ്ങള് ആ കാറിലേക്ക് കയറിയിരിക്കുന്നു. കൊല്ലത്ത് നിന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു. ചെങ്കോട്ടയിലേക്ക് പോകുന്നു. ചെങ്കോട്ടയിലെത്താൻ 100 കിലോമീറ്റർ കൂടെ ബാക്കിയുള്ളപ്പോൾ വണ്ടി അങ്ങ് നിൽക്കാൻ പോവുകയാണ്. എണ്ണ തീരാൻ പോവുകയാണ്. ഡ്രൈവർ വല്ലാത്ത വിഷമത്തിലാണ്. വാപ്പച്ചിത്തങ്ങൾ എന്താ പറയുന്നറിയില്ലല്ലോ. എങ്ങനെയാണ് തങ്ങളോട് പറയുക? ഏതായിരുന്നാലും വാപ്പച്ചിയോട് പറഞ്ഞു, ഉപ്പാ, നമ്മുടെ വണ്ടിയുടെ പെട്രോള് തീരാൻ പോകുന്നു ഉപ്പാ.
ഇവിടുന്ന് ഇനി എത്ര ദൂരമുണ്ടടാ? പറയുന്നു 100 കിലോമീറ്ററോളമുണ്ടുപ്പാ. ഉടൻ തന്നെ പറയുന്നു, ഇറങ്ങടാ പുറത്ത്, പോയിട്ട് വെള്ളമെടുത്തിട്ട് വാ. ആ ഡ്രൈവറാകുന്ന യുവാവ് അവിടുന്ന് ഇറങ്ങി ഒരു കുപ്പിയുമെടുത്ത് അടുത്തുള്ള ഭാഗത്ത് പോയി വെള്ളം കിട്ടുന്ന സ്ഥലത്ത് നിന്ന് വെള്ളം എടുത്തു കൊണ്ടുവന്ന് മഹാനായ തങ്ങളുടെ അടുക്കലേക്ക് കൊടുക്കുമ്പോൾ കണിയാപുരം ബാപ്പുജി തങ്ങൾ പറയുന്നു, അത് നീ ആ പെട്രോൾ ഒഴിക്കുന്ന ടാങ്കിലേക്ക് ഒഴിച്ചു കൊടുക്ക്. സുബ്ഹാനല്ലാഹ്, പച്ച വെള്ളം കൊണ്ടുപോയി പെട്രോൾ ഒഴിക്കുന്ന, പെട്രോളിൽ ഓടുന്ന കാറിന്റെ ടാങ്കിലേക്ക് ഒഴിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്ത് ഓടിക്കോളൂ എന്ന് പറയുമ്പോൾ ആ വാഹനം സ്റ്റാർട്ടായി ചെങ്കോട്ടയിൽ എവിടെയാണോ എത്തേണ്ടത് അവിടം വരെ എത്തിച്ച കാലഘട്ടത്തിന്റെ ഇതിഹാസം കണിയാപുരം വാപ്പിച്ചിത്തങ്ങള് അങ്ങനെ പറഞ്ഞാൽ തീരുന്നില്ല മക്കളെ. ആലുവ മാറമ്പള്ളിയില് പുത്തമ്പരയിൽ ഒരു തക്കാവുണ്ട്. ആ തക്കാവില് മഹാനായ കണിയാപുരം ബാപ്പുജിത്തങ്ങള് നിത്യ സന്ദർശകനാണ്. ഒരു ദിവസം രാത്രിയില് അവിടുത്തെ ഖാദിമീങ്ങളൊത്ത് അവിടെ എത്തുമ്പോൾ അവിടെ പാതിരാത്രിയായി പോയി. അവർക്ക് നിസ്കരിക്കണം. ആ സമയത്ത് വിളക്കില്ല. അവിടെ ഇരിക്കുന്ന വിളക്കിലാണെങ്കിലോ മണ്ണെണ്ണയുമില്ല. അന്ന് കറണ്ട് വന്നിട്ടില്ല. ആ പള്ളിയിലെ ഖാദിമിനോട് പറഞ്ഞു ആ വിളക്കൊന്ന് കത്തിക്കാൻ. അദ്ദേഹം പറഞ്ഞു, അല്ലയോ പാ, വിളക്ക് കത്തിക്കാൻ മണ്ണെണ്ണയുടെ ആവശ്യമുണ്ടോ? ഇവിടെ മണ്ണെണ്ണ ഇല്ല. കണിയാപുരം ബാപ്പുജിത്തങ്ങള് പറഞ്ഞു, ആ കുളത്തിൽ നിന്നും കുറച്ച് വെള്ളം ഇങ്ങെടുക്കൂ. ആ വെള്ളമെടുത്ത് ഈ വിളക്കിലേക്ക് ഒഴിച്ച് കത്തിക്കാൻ പറഞ്ഞു. കത്തിപ്പോയി. പിറ്റേ ദിവസം സുബഹി വരെ ആ വിളക്ക് അങ്ങനെ തന്നെ നിന്ന് കത്തി പ്രകാശം കൊടുത്തു എന്ന് പറഞ്ഞത് 1000 വർഷങ്ങൾക്ക് മുമ്പുള്ള ചരിത്രമല്ല മക്കളെ. ഇതാണ് കണിയാപുരം ബാപ്പുജിത്തങ്ങള്. ആ കണിയാപുരം ബാപ്പുജിത്തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ നമ്മുടെ പാപങ്ങൾ നീ പുറത്തു തരണേ അല്ലാ.